കേരള ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. തൈര് അച്ചാർ മാങ്ങയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല എളുപ്പത്തിലും ടേസ്റ്റിലുമുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇതിലേക്കായി രണ്ട് മാങ്ങ ചെറു പീസുകളായി കട്ട് ചെയ്ത് ഒരു പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് അതിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി, 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് 4 മണിക്കൂർ വെച്ച റെസിപ്പിയാണിത്. മാറ്റി വെച്ചതാണ്. അതിനുശേഷം ഇതിലേക്ക്, ഈ മാങ്ങയിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉലുവപ്പൊടി, കുറച്ച് മല്ലിയില, അത് നമുക്ക് ഒരു കണക്കിന് ഒരു ചെറിയ പിടി. ഇത് ചേർത്ത ശേഷം നല്ലതുപോലെ ഇളക്കുക. ഇത് 4 മണിക്കൂർ എന്നുള്ള 2 മണിക്കൂർ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. കുറച്ച് കൂടുതൽ സമയം എത്ര ഇരിക്കുമോ അത്രയും ഇത് നന്നായി പിടിച്ചിരിക്കും. ഉപ്പും മഞ്ഞളും എല്ലാം പിടിച്ചിരിക്കും, നന്നായിട്ടിരിക്കും. ഇത് നന്നായി ഇത് ചേർത്ത് മുളക് പൊടി നന്നായിട്ട് ചേർന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് തൈര് ചേർക്കുക. തൈര് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ല ചേർത്ത് ഇതിൽ ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിക്കോളണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇതിൽ അല്പം കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്ക് കടുക് വറുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ, അത് അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. അതിലേക്ക് എണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 3 മുളക് മുറിച്ച് വെച്ചത് അതും കൂടെ ചേർക്കുക. ചേർത്ത് അത് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ചേർക്കുക. തീ ഓഫ് ചെയ്യുക. ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് സദ്യയ്ക്ക് ഏറ്റവും നല്ലൊരു ഡിഷാണ്. ഇത് നല്ല ടേസ്റ്റും നല്ല രുചിയും ചോറിനൊക്കെ കഴിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ഡിഷാണ്. ഇത് അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് അടുത്ത വീഡിയോ വരുന്നത് വരെയും ടാറ്റാ.